സച്ചുവിനെ ഇന്ന് പൊന്നി റൈസ് ആണ് കേട്ടോ കൊടുത്തു വിട്ടെ. എന്റെ വീഡിയോ കാണുന്നവർക്കറിയാം, സാധാരണ അവന് മാത്രം നമ്മൾ ജീരകശാല റൈസ് ആണ് ഉണ്ടാക്കല്. അപ്പൊ ഏട്ടൻ പറഞ്ഞു അങ്ങനെ കൊടുത്തു വിടണ്ട, എല്ലാം കഴിച്ച് പഠിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇന്ന് പൊന്നി റൈസ് ഉണ്ടാക്കി ഉപ്പേരിയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. അല്ലേ ഉപ്പേരിയൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ആള് ചോറ് മാത്രം കഴിക്കും കേട്ടോ. പിന്നെ രാവിലത്തെ സ്നാക്സിന് എഗ് വൈറ്റ് ആണ് കേട്ടോ കൊടുത്തു വിട്ടെ. പിന്നെ കുറച്ച് കൂർക്കക്കറി ഉണ്ടായിരുന്നു, കൂർക്കൊന്നും ആള് കഴിക്കില്ല, കുറച്ച് ചാറ് മാത്രം എടുത്ത് കൊടുത്തു വിട്ടു. അതും കൂട്ടാനൊന്നും ചാൻസ് ഇല്ല, പിന്നെ എന്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടി കൊടുത്തു വിടുന്നതാണ്. പിന്നെ ഈവനിങ് സ്നാക്സ് ഉണ്ട് കേട്ടോ അവർക്ക്. അതിന് കുറച്ച് സാൻഡ്വിച്ച് പോലെ ഉണ്ടാക്കി, ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്ത് കുറച്ച് ഉള്ളി, തക്കാളി, കുക്കുംബർ, കുറച്ച് ചീസൊക്കെ ഇട്ടിട്ട് കൊടുത്തു കേട്ടോ. പിന്നെ തൈരാണ് അവന്റെ മെയിൻ ഐറ്റം. തൈരില്ലാണ്ട് ആൾ കഴിക്കുകയില്ല, പിന്നെ തൈരും കൂടെ കൊടുത്തു വിട്ടു കേട്ടോ. അപ്പൊ ഇന്ന് ബസ് വരാൻ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. 7:05-10 വരേണ്ട ബസ് 7:40 ഒക്കെ ആയിട്ട് വരാൻ ബ്ലോക്ക് ആയിരുന്നു തോന്നുന്നു. അപ്പോഴേക്ക് സച്ചു നല്ല ഡീപ്പ് സ്ലീപ്പിലായിട്ടുണ്ടായിരുന്നിട്ട് എനിക്ക് കുറച്ച് സങ്കടം വന്നു. വിടണ്ട എന്ന് ഞാൻ വിചാരിച്ചു, പക്ഷെ അങ്ങനെ വിടാതെ ഇരുന്നിട്ട് കാര്യമില്ല. ഇങ്ങനെ തന്നെയാണ് മോസ്റ്റ്ലി എല്ലാ ദിവസവും ബ്ലോക്കിൽ കുടുങ്ങി ബസ് ലേറ്റ് ആവും കേട്ടോ. അപ്പൊ അവനെ വിട്ടിട്ട് ഞാൻ കുറച്ച് കിടന്നുറങ്ങി. പണ്ടൊക്കെ ഞാൻ ഏട്ടൻ പോയതിനു ശേഷം കിടന്നുറങ്ങുമായിരുന്നു. അപ്പൊ ഒരു 11 മണി 12 മണിക്ക് ആ ഒരു കണ്ടിന്യൂസ് ആയിട്ട് അങ്ങോട്ട് ഉറങ്ങിപ്പോട്ടോ. അപ്പൊ ഇപ്പൊ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഏട്ടൻ പോകുന്നവരെ കിടന്നുറങ്ങിയിട്ട് ഏട്ടന്റെ കൂടെ എഴുന്നേറ്റ് ബാക്കി പണികളൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ ഞാൻ രാവിലെ തന്നെ അടുക്കളയിൽ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് അപ്പം തന്നെ കിച്ചൺ ക്ലീൻ ആക്കി ഇടുന്ന പരിപാടിയൊന്നും എനിക്കില്ല. ഞാൻ രാവിലെ ഒരു 4 മണിക്ക് എഴുന്നേൽക്കുന്നതാണ്. കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ എനിക്ക് പ്രോപ്പർ റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് സാവധാനം ചെയ്യാറുള്ളൂ. ഇവിടെ ഞാനും സച്ചും ഏട്ടനും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് വേറെ ആരെങ്കിലും വന്ന് നോക്കുന്നോ കാണുന്നോ അങ്ങനത്തെ ഒരു പരിപാടിയൊന്നും ഇവിടെ ഇല്ല കേട്ടോ. അവനവന്റെ കാര്യങ്ങൾ നോക്കി ജീവിക്കുന്ന ആളുകളാണ്. എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പൊക്കെ വേണമെങ്കിൽ ചെയ്തു കൊടുക്കും. അതല്ലാണ്ട് അപ്പുറത്തെ വീട്ടിൽ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കുന്ന അങ്ങനത്തെ ആളുകളൊന്നും ഇവിടെ ഇല്ല കേട്ടോ. അത് ഞാൻ പറയാൻ കാരണം, ഞങ്ങള് മന്ത്ലി വൺസ് നാട്ടിൽ പോവാറുള്ളൂ. നാട്ടിലെ വീട് അടച്ചിട്ട് വെക്കണേ. അപ്പൊ നാട്ടിലെത്തുമ്പോൾ എന്തായാലും പുലർച്ചെ ഒരു 2 മണിയൊക്കെ ആവാറുണ്ട്. കോഴിക്കോടാണ് കേട്ടോ നാട്. അപ്പം ഞാൻ സ്വാഭാവികമായിട്ട് രാവിലെ എഴുന്നേക്കാനും ലേറ്റ് ആവും. അപ്പം അടച്ചിട്ട് പോരുന്നോണ്ട് തന്നെ വീട് വൃത്തിയാക്കൽ ഇച്ചിരി ടാസ്ക് ആണ്. എനിക്കിഷ്ടമാണ്, എനിക്ക് കുറച്ച് ടാസ്ക് ആണ്. അറിയാലോ, ഒരു മാസമൊക്കെ ഒരു വീട് അടച്ചിട്ടാലുള്ള ബുദ്ധിമുട്ട്. എന്നിട്ട് ഞാൻ രാവിലെ എഴുന്നേറ്റൊക്കെ ക്ലീനിങ് ഒക്കെ കഴിയുമ്പോഴേക്ക് ഒരു 2 മണി 3 മണിയോ. അപ്പോൾ ഒരു ദിവസം ഞാനൊരു 3 മണിയൊക്കെ ആയപ്പോൾ ഇങ്ങനെ മുറ്റടിച്ചേരിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ ഇതുവരെ സംസാരിക്കാത്ത ഒരു ലേഡി എന്നോടൊന്ന് ചോദിച്ചു, നിനക്ക് ഇപ്പോഴാണോ നേരം വെളുത്തത്, ഇതൊക്കെ ഇപ്പോഴാണോ ചെയ്യുന്നേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു, ഇവർ അമേരിക്കയിലും ഞാൻ ഇന്ത്യയിലൊന്നല്ലല്ലോ, രണ്ടുപേർക്കും 2 ടൈമിന് നേരം വെളുക്കാൻ. അവർക്ക് വെളുക്കുമ്പോൾ തന്നെ ആയിരിക്കല്ലോ എനിക്കും വെളുത്തത്. പിന്നെ ഇവിടെ പഠിച്ചു വരികയും തുടച്ചാലും ഇവർക്ക് എന്താ പ്രശ്നം എന്നൊക്കെ എന്റെ മനസ്സിൽ തോന്നിയെങ്കിലും ഞാൻ ചോദിച്ചില്ല. കാരണം ഇങ്ങനത്തെ കുറിപ്പുകളോടൊന്നും നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ചിരിച്ചു വിട്ടു കേട്ടോ. പക്ഷെ ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അത്യാവശ്യം ഒരു സംസ്കാരത്തിൽ ജീവിക്കുന്ന ആളുകളാണ് ഇവിടെ. നമ്മൾ അവരെ കാര്യങ്ങൾ നോക്കുന്നു, അവരെ ജോലിക്ക് പോകുന്നു, അവരെ വീട് നോക്കുന്നു, ഞാൻ എന്റെ കാര്യങ്ങൾ നോക്കുന്നു, എന്റെ വീട് നോക്കുന്നു, അങ്ങനെ ജീവിക്കുന്നു. എല്ലാ നാട്ടിലും അങ്ങനെയാണെങ്കിൽ നല്ലതായിരിക്കും എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട് കേട്ടോ. എന്തിനാ നമ്മൾ മറ്റുള്ളവരെ കാര്യങ്ങൾ നോക്കുന്നത്? നമുക്ക് തന്നെ ആവശ്യത്തിന് കാര്യങ്ങളുണ്ടല്ലോ ചെയ്യാനും ചെയ്ത് തീർക്കാനും നോക്കാനും ഒക്കെ. അപ്പൊ അതങ്ങനെയാണ് കേട്ടോ. അപ്പൊ ഞാൻ കിച്ചണൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തു. 2 ദിവസം കൂടുമ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു ഡീപ്പ് ക്ലീനിങ് ഞാൻ ചെയ്യലുണ്ട് കേട്ടോ. കുറച്ച് സ്ലോ ആയിട്ട് ചെയ്യെങ്കിലും ഞാൻ ക്ലീനിങ് ചെയ്യാതിരിക്കുന്ന ആളൊന്നല്ല. എന്റെ വീട് അത്യാവശ്യം എപ്പോഴും നീറ്റ് തന്നെ ആയിരിക്കും കേട്ടോ. സ്ലോ ആയിട്ട് ചെയ്യുന്ന ഒരാളാണ്. കാരണം ആവശ്യത്തിന് റെസ്റ്റ് എടുത്തിട്ടില്ലെങ്കിൽ എനിക്ക് നല്ല ബോഡി പെയിനും കാര്യങ്ങളും വരും. അങ്ങനെ നമ്മുടെ ഹെൽത്ത് മുഴുവൻ പോക്കിയിട്ട് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു അഭിപ്രായം എനിക്കുള്ളൂ. അതായത് ഷടപടേന്നെല്ലാം തീർക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ തീർത്തിട്ടുണ്ട് നമ്മളെ ഹെൽത്ത് പിന്നെ ഒന്നിനും പറ്റാത്ത രീതിയിലേക്ക് മാറും കേട്ടോ. അപ്പൊ ഞാൻ പാത്രമൊക്കെ ഒന്ന് കഴുകി വെച്ചു. ഇങ്ങനെ ഈ കവർ എന്തിനാ വെക്കുന്നതെന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ നമുക്ക് ഇവിടെ പുറത്തിട്ടിട്ട് ഈ പ്ലാസ്റ്റിക് കവർ ഉണക്കാനുള്ള ഒരു ഓപ്ഷൻ ഒന്നുമില്ല. അപ്പൊ ഇത് കറക്റ്റായിട്ട് നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടില്ലെങ്കിൽ ഈ പ്ലാസ്റ്റിക് എടുക്കാൻ വരുന്ന ചേച്ചിമാർ ഇത് എടുക്കില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ ക്ലീൻ ചെയ്ത് അതിന്റെ മുകളിൽ തൂക്കിയിട്ട് വെള്ളമൊക്കെ പോയതിന് ശേഷം രാത്രി കൗണ്ടർ ടോപ്പിൽ എടുത്ത് വെച്ച് ഫാനൊക്കെ ഇട്ടിട്ടാണ് ഈ ഒരു സംഭവം ഞാൻ ഉണക്കി എടുക്കുന്നത്. അല്ലാണ്ട് നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല കേട്ടോ. എത്ര നമ്മൾ ഈ മീനും ചിക്കനൊക്കെ വാങ്ങിയിട്ട് അതിന്റെ കവർ എത്ര നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാലും ഒരു സ്മെല്ലുണ്ടാവും. പക്ഷെ നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഇതിങ്ങനെ ചെയ്യേ നിവർത്തിയുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ആ കവറൊക്കെ അങ്ങനെ വെക്കുന്നത്. അങ്ങനെ നല്ല രീതിയിൽ എല്ലാ കിച്ചൺ കബോർഡും എല്ലാ കാര്യങ്ങളും ക്ലീൻ ചെയ്തു കേട്ടോ. അങ്ങനെ ക്ലീൻ ചെയ്യുന്ന ദിവസം എനിക്കൊരു മനസ്സമാധാനമൊക്കെയാണ്.